ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പുഡിങ്ങാണ്. അത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ആദ്യമായിട്ട് ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അത് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. ആ മിക്സിയുടെ ജാറിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള പാലാണ്. 1/4 ഗ്ലാസ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ ഇത് അടിച്ചെടുക്കാം. ക്യാരറ്റ് ഇവിടെ അടിച്ച് കിട്ടിയിട്ടുണ്ട്, നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് അതല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ മിക്സ് ഒരു 2 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റണ വരെയാണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ 2 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും ക്യാരറ്റിൻ്റെ മിക്സും നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണിത്. ഇതേ കപ്പിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് റവയാണ്. അപ്പോൾ റവയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു 1/4 കപ്പും കൂടി റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം റവ ഇട്ട് കൊടുത്തപ്പോൾ അത് അധികം ടൈറ്റായില്ല. അപ്പോൾ അതിനെ ഒന്നും കൂടി ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കൂടി റവ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഈ ക്യാരറ്റിൻ്റെ മിക്സ് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ റവയും ക്യാരറ്റിൻ്റെ മിക്സും നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ക്യാരറ്റിൻ്റെ മിക്സ് ചൂട്ടോടെ തന്നെയാണ് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയെടുക്കാം. ഇനി ഒരു പാന് അടുപ്പിലോട്ട് വെച്ച് 2 ഗ്ലാസ് പാല് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മെഷറിംഗ് കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ സാധാ ചായ കുടിക്കണ സാധാ കപ്പുണ്ടല്ലോ, ആ കപ്പിൽ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. ഇത് കയ്യിലില്ലെങ്കിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താലും മതി. വാനില എസൻസ് 1 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒഴിച്ചു കൊടുക്കുന്നത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പാലൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പാലൊന്ന് കുറുകണ വരെയാണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ബോൾസാണ് നമുക്ക് കിട്ടിയത്. ഇനി ഈ ബോൾസ് ഈ കുറുകി വന്ന പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പാലിൻ്റെ മിക്സിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പാലിൻ്റെ മിക്സിലോട്ട് ഈ ബോൾസ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളക്കുകയാണ് വേണ്ടത്. കുറേ നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അടിപൊളി ക്യാരറ്റ് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അതൊന്ന് സെർവ് ചെയ്യാം. ഇനി ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ടോപ്പിൽ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നട്ട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. അസ്സലാമു അലൈക്കും.